പാകിസ്ഥാൻ ബന്ധുക്കളുള്ള ആളുകൾ വിസയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ സിം കാർഡുകൾ തന്നാലേ വിസ ഇഷ്യൂ ചെയ്യുള്ളൂ എന്ന് ഭയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ചാരവൃത്തി ചെയ്യുന്നത്. ഈ നാട്ടിൽ മുഴുവൻ ഇത്രയും ചാരപ്രവൃത്തിയുടെ നെറ്റ്വർക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കെ സർവ്വ ഇൻഫർമേഷനും കൈമാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സൈന്യം വിജയകരമായിട്ട് ഇന്ത്യയെ സംരക്ഷിച്ചെന്നുള്ളത് അഭിമാനിക്കാനുള്ള കാര്യമാണ്. ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും വലിയ ചാരശൃംഖലയാണ് സർക്കാർ ജീവനക്കാരും പ്രമുഖ യൂട്യൂബർമാരും. CRPF ഉദ്യോഗസ്ഥനും ഇതിൽ ഉൾപ്പെടുന്നു എന്നത് ഏറെ ഭയാനകമാണ്. അരിയും മലരും കുന്തിരിക്കവും മേടിച്ചു വെക്കുവാൻ കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചവർ ആ വെല്ലുവിളി പഹൽഗാമിൽ യാഥാർത്ഥ്യമാക്കുകയല്ലേ ചെയ്തത്. ചാരപ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് ഭീഷണിയാകുമ്പോൾ ഇതിന് ഒത്താശ ചെയ്യുന്നവർ ആരൊക്കെയാണ്? ഈ വിഷയത്തിൽ നമ്മൾ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഇന്നിൻ്റെ പ്രവാചക ശബ്ദമായ തറൈക്കടവിൽ അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുറന്നു പറഞ്ഞ തറൈക്കടവിൽ അച്ഛൻ. അച്ഛാ, ഈ പാകിസ്ഥാന്റെ ചാരപ്രവൃത്തിയുടെ വ്യാപ്തി ഇന്ത്യയിൽ എത്രമാത്രം ഉണ്ടെന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. ഷക്കിന പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം. നമ്മൾ ഇപ്പോഴും ഈ പഹൽഗാമിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു വാർത്തകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറി നമ്മുടെ ആളുകളെ വധിച്ചു. അത് മതം നോക്കി. അതിന് നമ്മൾ തീവ്രവാദികളുടെ കേന്ദ്രങ്ങളെ ആക്രമിച്ചു. അപ്പോൾ പാകിസ്ഥാൻ തിരിച്ചാക്രമിച്ചു, നമ്മളെ ആക്രമിച്ചു. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ വഴി പാകിസ്ഥാന് കനത്ത ആഘാതം ഏൽപ്പിക്കുകയുണ്ടായി. അങ്ങനെയൊക്കെ ഉണ്ടായാലും പാകിസ്ഥാനിൽ വളരെ വ്യത്യസ്തമായ വാർത്തകളാണ് പ്രചരിക്കാനായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ മീഡിയ പറഞ്ഞു വരുത്തിയത്. അവർ ഇന്ത്യയിൽ ബോംബിട്ടുവെന്നും വലിയ ആക്രമണം നടത്തിയെന്നും ഇന്ത്യ ആക്രമിച്ചത് അവരുടെ പൗരന്മാരെയാണെന്നും ഇന്ത്യയുടെ പല യുദ്ധവിമാനങ്ങളും അവർ വെടിവെച്ചിട്ടുവെന്നും ശക്തമായി ഇന്ത്യക്ക് തിരിച്ചടി നൽകിയെന്നും അതുപോലെ തന്നെ ഈ AI ജനറേറ്റ് ചെയ്ത കുറച്ച് വീഡിയോകൾ ആളുകൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ അവർ കാണിച്ചു എന്ന് പറയുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ പട്ടാളത്തിൽ വലിയ വിള്ളലുണ്ട് എന്നും പ്രത്യേകിച്ച് സിഖ് വിഭാഗം പട്ടാളവുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ സൈബർ ആക്രമണങ്ങൾ വളരെ രൂക്ഷമായിട്ട് ഇവിടെ നടത്തിയെന്നൊക്കെ ഇവിടെ പറഞ്ഞു വരുത്തുകയുണ്ടായി. ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർ ഈ വാർത്തകൾ ഇവിടെ ഉണ്ടോ എന്ന് പ്രചരിപ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഇതെപ്പോഴാണെന്ന് ഓർക്കണം. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാന് ഈ ഇന്ത്യക്കെതിരെ പദ്ധതിയിട്ട ആക്രമണങ്ങൾ നടത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ ആക്രമിച്ചു എന്നും റാവൽപിണ്ടി വിമാനത്താവളം തകർത്തു എന്നുമൊക്കെ പരസ്യമായിട്ട് പറഞ്ഞതിനെ സംബന്ധിച്ച്, അതുപോലെ പാകിസ്ഥാന് ടെററിസം അടക്കം കാശ്മീർ വിഷയങ്ങളെല്ലാം ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് തയ്യാറാണെന്നൊക്കെ സമ്മതിച്ചതിന് ശേഷവുമാണ് ഈ വാർത്തകൾ പ്രചരിക്കുന്നതും അല്ലെങ്കിൽ പറഞ്ഞു നടക്കുന്നതും. ഇവിടെയുള്ള ചില രാഷ്ട്രീയക്കാർ ഈ വിഷയം ഇവിടെ വലിയ ചർച്ച വിഷയമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതും. ഇതിൻ്റെ പിന്നിലുള്ള പിന്നാമ്പുറമൊക്കെ നമ്മൾ സാവധാനം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചാരപ്രവൃത്തിയുടെ വ്യാപ്തി അറിയാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റ്. നമുക്കിപ്പോൾ വാർത്ത എന്നൊക്കെ അറിയാവുന്ന ഹരിയാനയിലെ ഹിസാറിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മെയ് 16 അറസ്റ്റ് ചെയ്തു. ഇതൊരു യൂട്യൂബറാണ്, അതായത് ട്രാവൽ ബ്ലോഗറാണ്. എല്ലാ സ്ഥലത്തും പോയി ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെല്ലാം എല്ലാ സ്ഥലത്തും ഈ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളിൽ ഇവർ ഈ വീഡിയോകളും ഫോട്ടോകളും എടുത്തിട്ടുണ്ടാവും. പോകുന്ന രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു സ്റ്റൈലാണല്ലോ ഇത്. അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറയുക, പ്രത്യേകിച്ച് പോസിറ്റീവായിട്ട് പറയാനായിട്ട് ഇവർക്ക് താല്പര്യമുണ്ടായിരുന്നു. ഇവർ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് പാകിസ്ഥാനിലെ അവരുടെ ഇൻ്റലിജൻസ് ഏജൻസി കൈമാറി എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്യാനായിട്ട് കാരണമായിട്ട് തീർന്നത്. വാട്സാപ്പിലൂടെയും ടെലഗ്രാമിലൂടെയും സ്നാപ്ചാറ്റിലൂടെയൊക്കെ ഇവർ ഇത് കൈമാറിയിരുന്നത്. പ്രത്യേകിച്ച് ഇവർക്ക് ഇതിന് വഴിയൊരുക്കി കിട്ടുന്നത് ഇന്ത്യ ഈ കഴിഞ്ഞ മെയ് 13 ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയ ഹൈക്കമ്മീഷൻ ഓഫീസിൽ നിന്ന് പുറത്താക്കിയ പാകിസ്ഥാൻകാരൻ എഹ്സാൻ ഉർ റഹീം എന്ന് പറയുന്ന ദാനിഷ് എന്ന് പറയുന്ന ആളുമായിട്ട് ബന്ധത്തിലാവുകയും ആ ആൾ വഴിയുമായിട്ട് ഈ ബന്ധവും കാര്യങ്ങളൊക്കെ ഇവർ ഈ കൈമാറ്റമൊക്കെ ചെയ്തിരിക്കുന്നത്. 2023 ഇവരാദ്യം പാകിസ്ഥാൻ സന്ദർശിച്ചപ്പോൾ ദാനിഷിനെ കണ്ടത് അന്നാണെന്ന് പറയുന്നു.
അന്ന് മുതൽ സ്ഥിരമായിട്ട് ഇവരിങ്ങനെ ഈ ആശയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻസ് കൈമാറിയിരുന്നു. പാകിസ്ഥാൻ ഇവർ പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. 23 സന്ദർശിച്ചിട്ടുണ്ട്, 2024 സന്ദർശിച്ചിട്ടുണ്ട്, 25 സന്ദർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാന് ഇൻഫർമേഷൻ കൈമാറുന്നതോടൊപ്പം തന്നെ ഇവിടെ പാകിസ്ഥാനെ വെള്ളപൂശാനായിട്ടുള്ള ശ്രമം ഇവർ ചാനലുണ്ടല്ലോ, ഏതാണ്ട് 4 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവർക്ക് ഇന്ത്യ ഇങ്ങനെ പാകിസ്ഥാനെ വെള്ളപൂശാനായിട്ടുള്ള പരിശ്രമം ഇവർ നടത്തുന്നുണ്ടായിരുന്നു. മിലിറ്ററിയുടെ രഹസ്യങ്ങൾ കാര്യമായിട്ട് ഇവർക്ക് അറിയത്തില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ ദീർഘകാല അടിസ്ഥാനത്തിൽ പാകിസ്ഥാനെ ഇങ്ങനെ നന്നായിട്ട് കാണിക്കാനുള്ള പരിശ്രമമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഇവർ ഈ പലപ്പോഴും നിഷേധിക്കപ്പെടും. ലാഹോറിലെ അനാർക്കലി ബസാറിലൂടെ ഈ സായുധരായിട്ടുള്ള സുരക്ഷ സേനയോടൊപ്പം ഇവർ യാത്ര ചെയ്യുന്നത് ഒരു സ്കോട്ടിഷ് വ്ളോഗർ പബ്ലിഷ് ചെയ്തിരുന്നു. ഇങ്ങനെ ഇവർ ഈ ഇന്ത്യയുടെ കാര്യങ്ങൾ അവരുടെ ആ സ്വാധീനം ഉപയോഗിച്ചും യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്ഥലത്തുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നാണ് നമുക്ക് മനസ്സിലായത്. അച്ഛാ, ഇതിനകത്ത് പറയുകയുണ്ടായല്ലോ, നമ്മൾ മൽഹോത്ര മാത്രമാണോ മറ്റ് യൂട്യൂബേഴ്സ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു? ജ്യോതി മൽഹോത്ര മാത്രമല്ല, ഈ ഇവരുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരാളെയും കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വേറെ ആളുകളും തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. കാരണം ഈ യൂട്യൂബിൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മീഡിയയിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് കമൻറ്റ് ആൾക്കാർ വന്ന് എഴുതാൻ എളുപ്പമാണ്, പിന്നെ കമൻറ്റിലൂടെ ബന്ധപ്പെടാൻ എളുപ്പമാണ്. മൽഹോത്രയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കും സംഭവിച്ചിരിക്കുന്നത് വിചാരിക്കുന്നു. അപ്പോൾ പഞ്ചാബിലെ രൂപനഗറിൽ മഹ്ലാനിൽ നിന്ന് 11 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബറിനെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്യാൻ ഇയാളുടെ പരിപാടി. ജാസ്ബീർ സിംഗ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. പാകിസ്ഥാൻ ഇൻ്റലിജൻസിൻ്റെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഷക്കീർ അഥവാ ജട്ട് രഥാവയുമായിട്ട് ഇയാൾ ബന്ധപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഹൈ കമ്മീഷനിലുള്ള ദാനിഷ്, നമ്മൾ നേരത്തെ പറഞ്ഞ ദാനിഷുമായിട്ടും ഇയാൾ ബന്ധം പുലർത്തി എന്നുള്ളതാണ്. ഡൽഹിയിൽ നടന്ന പാക് നാഷണൽ ഡേയിൽ ഡാനിഷിൻ്റെ ഒരു ക്ഷണപ്രകാരമാണ് ജാസ്മിൻ പങ്കെടുത്തതും പാകിസ്ഥാനിലെ പട്ടാള ഉദ്യോഗസ്ഥരുമായിട്ടും മറ്റ് ബ്ലോഗർമാരുമായിട്ടും ഇയാൾ ബന്ധപ്പെട്ടിരുന്നു. 2020, 2021, 2024 ഇയാൾ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു. അയാളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ പല കോണ്ടാക്റ്റുകൾ നമ്പറുകളും പാകിസ്ഥാൻ എന്നുള്ളവരുടെ ഉണ്ടായിരുന്നു എന്നതാണ് തെളിവ്. അപ്പോൾ ഈ വ്ളോഗർമാരും യൂട്യൂബർമാരും ഒക്കെ ഈ മേഖലയിൽ പ്രവർത്തന നിരതമാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ കാരണം ഇതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുമായിട്ട് ഒരു പക്ഷേ ബന്ധപ്പെടാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. നമുക്കിപ്പോൾ ഒരു യൂട്യൂബർ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെ വളരെ സ്തുതിച്ചുകൊണ്ടൊരു കമൻ്റ് ഇട്ടാൽ ചിലപ്പോൾ അവരോടൊരു ആകർഷണം തോന്നാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് വന്നുപെട്ടിരിക്കുന്നത്. ചാരപ്രവൃത്തിയിൽ ചില മതനേതാക്കൾ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? അത് ശരിയാണ്. രാജസ്ഥാനിലെ ദീഗിൽ നിന്നിട്ട് ഡൽഹി പോലീസ് ഒരു കാസിമിനെ, 34 വയസ്സുള്ളൊരു കാസിമിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ സിം കാർഡുകൾ, ഇന്ത്യൻ സിം കാർഡുകൾ പാകിസ്ഥാന് കൈമാറി എന്നുള്ളതാണ്. 2024-25 ഇയാൾ ദീർഘനാളത്തേക്ക് പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം. ഈ സിം കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ പാകിസ്ഥാനിൽ നമ്മുടെ സിം കാർഡുകൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള ആളുകളെ ബന്ധപ്പെടാനായിട്ടുള്ള വേദി അവിടെയുള്ള ISIക്ക്, അതായത് പാക് ഇൻ്റലിജൻസിന് സംവിധാനം ചെയ്തു കൊടുക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇയാൾ തൻ്റെ സിം കാർഡിലെ ഡാറ്റ ഒക്കെ ഡിലീറ്റ് ചെയ്തതായിട്ട് നമ്മുടെ ഏജൻസികൾ കണ്ടെത്തി. ഇയാൾക്കുള്ള ട്രെയിനിങ്ങിനും പിന്നെ ഇയാളുടെ പ്രവൃത്തിക്കും പണം പാകിസ്ഥാനിൽ നിന്ന് സ്വീകരിച്ചു എന്ന് വേണം നമ്മൾ വിചാരിക്കാനായിട്ട്. ഇയാൾ തന്നെ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 2 ലക്ഷത്തോളം പാകിസ്ഥാനി റുപ്പീസ് ഇയാൾ അവിടുന്ന് പ്രതിഫലം കൈപ്പറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഏതാണ്ട് 61,000 രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് പലപ്പോഴായിട്ട് ഈ രാജ്യത്ത് ഒറ്റുകൊടുക്കുന്നത്. ഇനി രസകരമായ കാര്യം, കാസിമിൻ്റെ ഇയാളൊരു മുസ്ലിം മൗലവിയാണ്. കാസിമിൻ്റെ സഹോദരനും ഇവരെ സഹായിച്ചിരുന്നു എന്ന് പാക് ഏജൻസി, അനീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്,
സഹായിച്ചതെന്ന് പാക് ഏജൻസികൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരനായിട്ടുള്ള അസിന് പലപ്പോഴും പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പം മതം ഒരു മറയാക്കിയിട്ട് ഈ ചാരപ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന് വേണം നമ്മൾ വായിച്ചെടുക്കാൻ. അതോടൊപ്പം തന്നെ നമ്മൾ മതവുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സിഖുകാരൻ ചെയ്തിരിക്കുന്നത്. അത് ദേവേന്ദ്ര സിംഗ് ധില്ലോണാണ്. ഇദ്ദേഹം കാർത്തൻപൂരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക്, അത് കാർത്തൻപൂർ കോറിഡോർ ഉണ്ട്, അതായത് 2019 ഇന്ത്യയും പാകിസ്ഥാനും, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും ഇമ്രാൻഖാനും കൂടെ യോജിച്ചിട്ട് പാകിസ്ഥാനിലേക്ക് ഒരു കോറിഡോർ തുറന്നിട്ടുണ്ട്. കാരണം എന്തിനാണെന്ന് ചോദിച്ചാൽ 2 ഗുരുദ്വാരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. പാകിസ്ഥാനിലുള്ള ഗുരുദ്വാര ദർബാർ സാഹിബും ഇന്ത്യയിലുള്ള ദാറ ബാബ നാനാക്ക് ഈ ഗുരുദ്വാരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, അതിനിടയ്ക്കൂടെ നമ്മുടെ ബോർഡർ പോകുന്നത്. അപ്പോൾ ഈ ഭക്തന്മാർക്ക് അങ്ങോട്ട് 4.7 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ ബോർഡറിൽ നിന്ന് അങ്ങോട്ടുള്ളത്. അങ്ങോട്ട് പോകാനായിട്ട് എന്നും വിസ എടുക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ആ ഭക്തിയുടെ പേരിൽ നമ്മളൊരു കൺസെഷൻ, ഒരു സമാധാനത്തിൻ്റെ ഒരു കോറിഡോർ എന്നുള്ള നിലയിൽ അംഗീകരിച്ചിരുന്നതാണ് ഈ കർത്താൻപൂർ കോറിഡോർ എന്ന് പറയുന്നത്. അതുപയോഗിച്ചുകൊണ്ട് ഇയാൾ പാകിസ്ഥാനിലോട്ട് പോയി. അപ്പോൾ മതത്തെ മറയാക്കി ആളുകൾ ഇത് പ്രയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 25 വയസ്സുള്ള പൊളിറ്റിക്കൽ സയൻസിൽ കൾസ കോളേജിൽ പട്യാലയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണിത്. അപ്പോൾ ഈ ചാരപ്രവൃത്തിയുടെ മേഖല എങ്ങനെ വൈഡായിട്ടാണ് പോകുന്നത് നമുക്ക് ഇതിനകത്ത് നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാം. അച്ഛാ, NIA പോലെയുള്ള നമ്മുടെ സുരക്ഷാ ഏജൻസികൾ മറ്റു ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ അറസ്റ്റ് ചെയ്തത്? ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. ഈ പറഞ്ഞ ആളുകൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ പല മേഖലയിലുള്ള ആളുകൾ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ. ഒരു ഉദാഹരണമാണ് ഗംഗൻ ദീപ് സിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗംഗൻ എന്ന് പറയുന്ന ആളുകൾ. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാനിലെ ഈ ഇൻ്റലിജൻസ് ഏജൻസിക്ക് വേണ്ടിയിട്ട് ചാരപ്രവൃത്തി നടത്തിയ ആളാണ് ഇയാൾ. പട്ടാളത്തിൻ്റെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് അവർക്ക് കൈമാറി. ഇയാൾക്ക് പാകിസ്ഥാനിൽ ബേസ് ചെയ്തിരുന്ന ഖാലിസ്ഥാൻ നേതാവായിട്ടുള്ള ഗോപാൻ സിംഗ് ചൗളയുമായിട്ടും ബന്ധമുണ്ടെന്ന് പറയുന്നത്. പഞ്ചാബിൽ വെച്ചാണ് ഇയാൾ ചെയ്തിരുന്നത്. പണത്തിന് വേണ്ടിയാണെന്ന് പറയുന്നത്. അതായത് ചെറിയൊരു പണമായി കിട്ടുന്നത്, അതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് വിറ്റ് കൊടുക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഇയാൾ പണിയൊന്നുമില്ലാതെ നടക്കുന്ന ആളുകളാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. ഈ ജോലി സാധ്യതകൾ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാത്തപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരാൾ ഒരു സ്ത്രീയാണ്, ഗുസാല എന്ന് പറയുന്നത്, 31 വയസ്സുള്ളത്. ഇവരൊരു വിധവയാണെന്നാണ് മനസ്സിലാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എംബസിയിൽ ഉണ്ടായിരുന്ന ദാനിഷുമായിട്ട് ഇവർ ബന്ധത്തിലാവുകയും പാകിസ്ഥാന് ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്തു. ഇവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു 11-ാം തീയതി. മറ്റൊരാൾ എന്ന് പറയുന്ന അയാളും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഇയാൾ ചെയ്തത് യമീൻ മുഹമ്മദ് എന്ന് പറയും. ഇയാൾ ഈ ഗുസാലയോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ്. പഞ്ചാബിൽ നിന്ന് തന്നെ മലർകോട്ടയിൽ നിന്ന് അറസ്റ്റിലായ ആളാണ്. പണം വാങ്ങിയിട്ട് പാകിസ്ഥാൻ ഇൻഫർമേഷൻ കൈമാറുക. ഇയാളും ഈ പറയുന്ന ഹൈക്കമ്മീഷനുള്ള ദാനിഷുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇയാൾ ചെയ്തിരുന്ന പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇയാൾ വിസയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമ്മൾ ഈ പാകിസ്ഥാനിൽ ബന്ധുക്കളുള്ള ആളുകളുണ്ട്. ഈ ബന്ധുക്കളുള്ള ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ വിസ വേണം. അപ്പോൾ വിസയ്ക്ക് ചെല്ലുമ്പോൾ ഇവർ പറയും ഇന്ത്യൻ സിം കാർഡുകൾ കൈമാറിയാൽ മാത്രമേ വിസ ഇഷ്യൂ ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് ഈ ദാനിഷിൻ്റെയൊക്കെ പരിപാടി. അപ്പോൾ ഇന്ത്യൻ സിം കാർഡ് അവർ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അവർ വിസ അടിച്ചു കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ ആളുകളെ ചിലപ്പോൾ കുടുക്കിയിട്ടും ഇങ്ങനെ ഈ പഴുതുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാനായിട്ട് വർക്ക് ചെയ്തതെന്ന് ഓർത്തിരിക്കണം. അതോടൊപ്പം ഈ കൂടെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റ് 2 ചെറുപ്പക്കാരുണ്ട്, 19-20 വയസ്സുള്ള ചെറുപ്പക്കാർ. സുഖ്പ്രീത് സിംഗ് ഒന്ന്, കരൺ ബീർ സിംഗ് വേറൊരാൾ. ഇവർ പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാകിസ്ഥാനി ഏജൻസിക്ക് പണം മേടിച്ചിട്ട് കൈമാറി എന്നുള്ളതാണ് ഇവരുടെ കുറ്റം. ഇവർ ചെയ്തുകൊണ്ട് നടന്നിരുന്നത് ജോലിയൊന്നുമില്ല, ഇവർ മയക്കുമരുന്ന് കച്ചവടമാണ് ചെയ്തുകൊണ്ട് നടന്നത്. നമ്മുടെ നാട്ടിലും ഇഷ്ടം പോലെ മയക്കുമരുന്ന് കച്ചവടക്കാർ ഇപ്പം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഓർക്കണം. പണത്തിന് വേണ്ടി എന്തും ചെയ്യാമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ രാജ്യമില്ല, ധാർമ്മികതയില്ല, ഒന്നുമില്ല, ഭാവിയില്ല, ഒന്നുമില്ലാത്ത രീതിയിലേക്ക് ആളുകൾ വളരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. നമ്മുടെ നാട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടെ മറ്റൊരാളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട 26 വയസ്സുള്ള അർമാൻ എന്ന് പറയുന്നത്. ഇയാളുടെ ഒരു കൃഷിക്കാരനാണ്, സ്വന്തം കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഹരിയാനയിലെ നോഹിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. കാരണം പാകിസ്ഥാന് ഈ സ്ഥലത്തുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അറിയിച്ചു എന്നുള്ളതാണ് അയാളുടെ കുറ്റം.
അതുപോലെ തന്നെ മറ്റൊരാളാണ് മുഹമ്മദ് താരിഫ് എന്ന് പറയുന്നത്, 26 വയസ്സുള്ള ആളാണ്. ഹരിയാനയിൽ നൂഹിൽ നിന്നാണ് ഇയാളും കങ്കർക്ക ഗ്രാമത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇയാൾ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാളൊരു വ്യാജ ഡോക്ടറായിരുന്നു. അതായത് ഡോക്ടറായിരുന്നില്ല, കുറച്ച് മരുന്നൊക്കെ കൊടുത്ത ആളുകളെ ഇങ്ങനെ വഞ്ചിക്കുക എന്ന് പറയാം. അതിനുശേഷം ഈ പാകിസ്ഥാനിലുള്ള നമ്പറുമായിട്ടുള്ള വാട്സാപ്പ് ചാറ്റിൽ ഇയാളെ പിടിക്കാൻ കാര്യം ഇതാണ്. പാകിസ്ഥാനിൽ ഉള്ള നമ്പറുകളുണ്ട്, അതിനകത്തുള്ള ചാറ്റിലെല്ലാം ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇയാൾ ശ്രമിച്ചു. അപ്പോൾ അയാളെ അത് പിടിക്കാനായിട്ട് ഇടവന്നു. ഇയാൾ ഡോക്ടറായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇനി വേറൊരാൾ ഒരു കച്ചവടക്കാരനാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെട്ട് നോക്കണം. അത് ഷഹ്സാദാണ്. UP-യിലെ റാംപൂരിൽ നിന്നാണ് ഇയാൾ ആദ്യം ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്നു. പിന്നെ ഒരു പുതപ്പ് കച്ചവടക്കാരനായിട്ട് ജോലി ചെയ്തു. പിന്നെ കോസ്മെറ്റിക്സിൻ്റെ കച്ചവടം തുടങ്ങി. അതിനുശേഷം ഇയാൾ തുണിക്കച്ചവടം തുടങ്ങി. ഈ കച്ചവടത്തിൻ്റെ മറവിൽ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇദ്ദേഹം ഈ തന്ത്രപ്രധാനമായിട്ടുള്ള ഇൻഫർമേഷൻ കൈമാറി എന്നുള്ളത് ഇയാളും പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട്. കച്ചവടത്തിൻ്റെ പേരാണ് സന്ദർശിക്കുന്നത്. അപ്പോൾ അയാളെയും ATS അറസ്റ്റ് ചെയ്യുകയുണ്ടായി. മറ്റൊരാൾ ഇവിടെയുള്ളൊരു മൊബൈൽ ആപ്പ് ഡെവലപ്പറാണ്. അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ, അതായത് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് മുസ്തഫ അലി എന്നാണ്. അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഒരു മൊബൈൽ ആപ്പിലൂടെ പാകിസ്ഥാനിലേക്ക് നമ്മുടെ തന്ത്രപ്രധാന ഇൻഫർമേഷൻ കൈമാറിക്കൊണ്ടിരുന്നു. അത് രസം എന്താണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഇന്ത്യൻ സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇയാളുടെ ഈ പ്രോഗ്രാമിലൂടെ അങ്ങോട്ട് ഇത് അയച്ചുകൊണ്ടിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതായത് ഇതൊന്നും അറിവില്ലാഞ്ഞിട്ട് കാര്യമൊന്നുമല്ല, ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കണം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഷ്ട്രീയക്കാർ ഇതിനകത്ത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഓർക്കണം, ഈ പഹൽഗാം ആക്രമണം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ അസമിലെ MLA AIUDFൻ്റെ MLA അമിനുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം 71 ദേശവിരുദ്ധരെയും അന്ന് അറസ്റ്റ് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട വാർത്ത ഷാക്കൂർ ഖാൻ്റെ അറസ്റ്റാണ്. 49 വയസ്സ്. ഇയാൾ രാജസ്ഥാനിലുള്ള ജയ്സാൽമാർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ ഒരു ഓഫീസറായിരുന്നു. അതായത് ഈ കഴിഞ്ഞ മെയ് 28-നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഗവൺമെൻറ് ജോലിക്കാരനാണ്, അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. അതായത് വലിയ പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. പാക് എംബസിയിലെ നേരത്തെ പറഞ്ഞ ദാനിഷുമായിട്ട് ഇയാൾക്കും ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുഹൈൽ ഖാമറുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. ഇയാൾ ഈ ചാരസംഘടനയുമായിട്ട് 13 പ്രാവശ്യമെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടാണെന്ന് പറയപ്പെടുന്നത്. പല പ്രാവശ്യം പാകിസ്ഥാൻ സന്ദർശിച്ചു. ദാനിഷിൻ്റെ സഹായത്തോടെയാണ് അയാളെപ്പോഴും ബിസിനസ് സംഘടിപ്പിച്ചിരുന്നത്. സന്ദർശന വേളയിൽ ഈ കൂടിക്കാഴ്ച ISI ഉദ്യോഗസ്ഥരുമായിട്ടും അതിൻ്റെ ആളുകളുമായിട്ടും സംസാരിക്കുകയും ബന്ധപ്പെടുകയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അത് വളരെ പ്രധാനപ്പെട്ട പട്ടാളത്തിൻ്റെ നീക്കങ്ങൾ, മതകേന്ദ്രങ്ങളുടെ ഫോട്ടോകൾ, ഇവയെല്ലാം പാകിസ്ഥാന് കൈമാറി. അത് വളരെ പ്രധാനപ്പെട്ട കാരണം ഇയാൾക്ക് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇയാൾ കൈമാറിയിരുന്നത് മോഷ്ടിക്കപ്പെട്ട iPhoneകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അധികാരമുണ്ടായിരുന്നത് കൊണ്ട് ഇയാൾ വലിയ രാഷ്ട്രീയക്കാരനാണല്ലോ, സെൻസിറ്റീവായിട്ടുള്ള ഡോക്യുമെൻ്റ് ഇയാൾക്ക് കിട്ടുമായിരുന്നു. അതിനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഇനി ഇയാൾ ആരായിരുന്നറിയാമോ? രാജസ്ഥാനിലെ കോൺഗ്രസിൻ്റെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന മുഹമ്മദ് സലേഹിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിരുന്നു ഇയാൾ. അപ്പോൾ ഈ ചാര സംഘടന എവിടം വരെ അവരുടെ ഈ വല വിരിച്ചിട്ടുണ്ടെന്നാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് വരെ പാകിസ്ഥാന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണെന്ന് പറയുന്നത് നമുക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്നൊരു കാര്യമാണ്. പിന്നെ ഈ രാഷ്ട്രീയക്കാർ എവിടെയാണ് നിൽക്കുന്നത്, ഇവർ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇവരെ കൊണ്ട് ഒന്നും നിൽക്കുന്നില്ല. ഇനി വിദേശ മലയാളികളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ വായിച്ചൊരു കാര്യമാണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി BTech അലൂനി അസോസിയേഷൻ ദുബായിൽ അവരുടെ ഒരു മീറ്റിങ്ങിൽ, ആ മീറ്റിംഗ് നടക്കുന്നത് പാകിസ്ഥാനി ഈ അസോസിയേഷൻ ഹാളിലാണ്, പാകിസ്ഥാൻ എംബസിയിലുള്ളത്. പൈസ കുറവാണെന്ന് അവർ പറയുന്നത്. എന്നിട്ട് അവിടെ ഈ യുദ്ധം നടന്നിട്ട് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം നമ്മുടെ രാജ്യം വിച്ഛേദിച്ചിരിക്കെ ക്രിക്കറ്ററായിട്ടുള്ള ഷാഹിദ് അഫ്രീദിക്ക് വലിയ സ്വീകരണം കൊടുക്കുകയും മെമൻറ്റോ കൊടുക്കുകയും അയാൾക്ക് ജയ് വിളിക്കുകയൊക്കെ ചെയ്തത് നമ്മുടെ മലയാളികൾക്ക് ഈ രാജ്യത്തോടുള്ള സ്നേഹത്തെ കാണിക്കുന്ന, അല്ലെങ്കിൽ എന്തുമാത്രം ഇവരിതിനെ വിലമതിക്കുന്നു എന്ന് കാണിക്കുന്ന കാര്യമാണ്. അവർക്കതിനകത്ത് ഒഴിഞ്ഞു മാറാൻ അവർക്കൊണ്ട് ഗവൺമെൻറ് അതിനുള്ള കാര്യങ്ങളൊക്കെ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്.
കഴിയുന്നത്. ഈ ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്നത് ക്രിക്കറ്ററും ഉള്ള ആളുകളൊക്കെ ആയിരിക്കാം. പക്ഷേ ഇദ്ദേഹം ത്തിൻ്റെ രാജ്യത്തോട് നമുക്ക് കൃത്യമായ നിലപാടുകൾ അന്നുണ്ട്. അതായത് കഴിഞ്ഞ് പിന്നെ ഇദ്ദേഹം പറഞ്ഞത് നമ്മുടെ പട്ടാളം, ഇന്ത്യയുടെ പട്ടാളം ഒരു ഉപയോഗവുമില്ലാത്ത ഒരു കാര്യപ്രാപ്തിയില്ലാത്ത പട്ടാളമാണെന്ന് പരസ്യമായിട്ട് യുദ്ധത്തിന് മുമ്പും പിൻപും പറഞ്ഞു നടക്കുന്ന ഒരാളാണ് ഇയാൾ. അയാളെയാണ് കൈയടിച്ച് നമ്മുടെ മലയാളികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മളെ ലജ്ജിപ്പിക്കേണ്ട കാര്യമാണ്. അച്ഛൻ പറഞ്ഞതുപോലെ വിദേശ മലയാളികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ റജാസ് സിദ്ദിഖ് നാഗ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളിലുള്ളവർ ഈ ചാരപ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നൊന്ന് വ്യക്തമാക്കാം. ഈ അന്വേഷണ വാസ്തവത്തിൽ നമ്മളെ ഭീതിപ്പെടുത്തേണ്ടതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, വ്ളോഗേഴ്സ് ഉണ്ട്. വ്ളോഗേഴ്സ് നമ്മുടെ ഗ്ലോബൽ ആക്സസ് ആണ്. അപ്പോൾ ഇത് ഗ്ലോബലായിട്ട് പാസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വ്ളോഗേഴ്സ് ഉണ്ട്, നമ്മുടെ പട്ടാളത്തിൽപ്പെട്ട CRPF ഉണ്ട്, നമ്മുടെ ഈ സ്പോർട്ടിൽ താര ആരാധകരുണ്ട്, മത പുരോഹിതനും അല്ലാത്തവരുമുണ്ട്, മതവിശ്വാസിയുണ്ട്, പാകിസ്ഥാനിൽ ബന്ധുക്കളുള്ളവരുണ്ട്, മയക്കുമരുന്ന് കച്ചവടക്കാരുണ്ട്, വ്യാജ ഡോക്ടർ, കച്ചവടക്കാർ, ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ, സെക്യൂരിറ്റി ഗാർഡ്, കൃഷിക്കാരൻ, രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള രാഷ്ട്രീയക്കാർ, വിദേശ മലയാളികൾ, ഉയർന്ന സർക്കാർ ജോലിയുള്ളവരെല്ലാവരും ഈ മേഖലയിലുണ്ടെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ നെറ്റ്വർക്ക് നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായിട്ട് വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, കൂടാതെ ഇതുകൂടാതെ ഇവർക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്ന രാഷ്ട്രീയക്കാർ ഇഷ്ടം പോലെയുണ്ട്. ഇത്രയുമൊക്കെ നമ്മുടെ നാട്ടിൽ അതാത് സമയത്ത് ഇൻഫർമേഷൻസ് ഈ പാകിസ്ഥാൻ പട്ടാളത്തിന് നൽകിയിട്ടും നമ്മുടെ സേനയ്ക്ക് അതിനെ മറികടന്നിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള വാസ്തവത്തിൽ നമ്മൾ അഭിമാനത്തോടു കൂടി കാണേണ്ട വലിയ ഒരു സംഭവമാണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക, എന്താണ് പഠിക്കാൻ പറ്റുക എന്ന് പറയുക? ഇതിനകത്ത് നമ്മൾ വളരെയേറെ പഠിക്കാനുണ്ട്, നമുക്ക് പറയാതെ അറിയാമല്ലോ. ചാരവൃത്തി, പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ചാരവൃത്തി നമ്മളുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്, പലരെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ വന്ന അറസ്റ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഒരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഫാക്ടറി സെക്യൂരിറ്റി ഗാർഡാണ് നൗമൻ ഇലാഹി എന്ന് പറയുന്ന ഇയാളെ അറസ്റ്റ് ചെയ്തത്. 24 വയസ്സുള്ള ഇയാളാണ്, ഹരിയാന പട്നയിൽ നിന്നാണ്. ഇയാളും പണത്തിന് വേണ്ടിയിട്ടാണ് ഈ ജോലി ചെയ്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മുഴുവനും ഈ ചാരന്മാരുടെ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിതിനെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ചാരവൃത്തി ഇത്രയും ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പട്ടാളം വളരെ വിജയകരമായിട്ട് ഈ തീവ്രവാദത്തെ അടിച്ചൊതുക്കുന്ന കാര്യത്തിൽ വിജയിച്ചു എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് അഭിമാനത്തോട് ഓർക്കേണ്ട കാര്യം. കാരണം നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം അവിടെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പട്ടാളം വിജയിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ അറിയേണ്ടത്, പഴയ കാലത്ത് ചാരവൃത്തി നടത്തിയിരുന്നത് ട്രെയിൻഡ് ആയിട്ട് ആളുകളാണെങ്കിൽ ഇപ്പോൾ ജീവിതത്തിലെ എല്ലാ മേഖലയിലുള്ള ആളുകളെ പണം കൊടുത്തും അല്ലാതെയുമൊക്കെ സ്വാധീനിച്ചിട്ട് ഇതിനായിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് ഏർപ്പെടുത്തുന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകളുടെ ഇടയിൽ അതേ സമയത്ത് പണത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരിക്കുന്നു എന്നത് മറ്റൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ അതിലൂടെയാണ് പലരും ഇങ്ങനെ ഈ ചാരപ്രവൃത്തിയിലേക്ക് എത്തിപ്പെടുന്നതും അല്ലെങ്കിൽ അവർ നുഴഞ്ഞു കയറുന്നതും. അപ്പോൾ ഒരു ഡിജിറ്റൽ ലിറ്ററസി നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവണം. ഈ ഒരു ബോധവൽക്കരണമൊക്കെ വാസ്തവത്തിൽ സ്കൂളുകളിൽ നിന്ന് തന്നെ നമ്മൾ കൊടുക്കേണ്ടതാണ്. പിന്നെ ആളുകൾ ജോലിയില്ലാതെ നാട്ടിൽ കറങ്ങി നടക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ നേതാക്കളുടെ ഉത്തരവാദിത്വമാണ് നാട്ടിൽ ജോലിക്കുള്ള സാധ്യതകൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് പോലെ സമരം മാത്രമായിട്ട് രാഷ്ട്രീയ നേതൃത്വം മുന്നോട്ട് പോയാൽ ജോലിയില്ലാതെ ആളുകൾ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരാകട്ടെ, വിദേശ ബന്ധങ്ങളുള്ളവരാകട്ടെ, എന്ത് ജോലി ചെയ്യുന്നവരാകട്ടെ, ഈ ട്രാക്കിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നും അത് നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യം അനുസ്മരിക്കേണ്ടതാണ്.